എല്ലാ നല്ലവരായ സിനിമാ പ്രേമികൾക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്കറിയാം, റഹ്മാനും ഭാര്യ സൈറയും വേർപിരിയാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതായത് നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യൻ സിനിമാ ലോകത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ വന്ന നമ്മൾ വാർത്തകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ മുൻനിര സംഗീത സംവിധായകനായ AR റഹ്മാനും ഭാര്യ സൈറ ബാനുവും വിവാഹമോചനം പ്രഖ്യാപിച്ചത്. ഏകദേശം ഞെട്ടലോടെയാണ് ആരാധകർ ആ വാർത്ത കേട്ടത്. അതായത് പൊതുവേദികൾ ഇവർ രണ്ടുപേരും ഒന്നിച്ച് സന്തോഷത്തോടെയാണ് മിക്കപ്പോഴും കാണാറുള്ളത്. പക്ഷെ എന്നിട്ട് ഇങ്ങനെ വാർത്തകൾ വന്നപ്പോൾ പെട്ടെന്നൊരു ഞെട്ടലാണ് പ്രേക്ഷകർക്ക് ഉണ്ടായിട്ട്. അതായത് തങ്ങൾക്കിടയിൽ പരിഹരിക്കാനാവാത്ത ചില അസ്വാരസ്യങ്ങളുണ്ട് എന്നാണ് സൈറ ബാനു സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച വീഡിയോയിലൂടെ പറയുന്നത്. അതായത് വിവാഹത്തിൻ്റെ ഒരു 30ാം വാർഷികം ആഘോഷിക്കാനായിട്ട് ഇവർ പദ്ധതി ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായിട്ടാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത്. 1995 ഇവരുടെ വിവാഹം. 29 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷമാണ് ഇവർ രണ്ടുപേരും വേർപിരിയാനായിട്ട് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. 3 കുട്ടികളാണ് ഇവർക്കുള്ളത്. പക്ഷെ മറ്റൊരു കാര്യമാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. കാരണം വിവാഹമോചനത്തിന് പിന്നാലെ റഹ്മാന്റെ സ്വത്തുക്കളെ സംബന്ധിച്ചുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ കൂടുതലായിട്ട് ഇപ്പോൾ ചിലർ പങ്കുവയ്ക്കുന്നത്. അതായത് വിവിധ റിപ്പോർട്ടുകളെ വിവിധ ഡാറ്റകൾ പ്രകാരം ഏകദേശം 1800 കോടിയിലധികം സമ്പത്ത്, അതിനേക്കാൾ കൂടുതൽ രൂപയുടെ ആസ്തി റഹ്മാനും ഉണ്ടെന്നാണെന്ന് പറയപ്പെടുന്നത്. അതായത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ വരുമാനം ഉള്ള ഒരു സംഗീത സംവിധായകനാണ് റഹ്മാൻ. അതുകൂടാതെ റഹ്മാൻ ഒരു പാട്ടുകാരനല്ല, പക്ഷെ എങ്കിൽ പോലും പാടുന്നതിന് പോലും അദ്ദേഹം ചില നല്ല കോടികൾ പോലും മേടിക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ സംഗീത സംവിധാനമാണ് അദ്ദേഹത്തിൻ്റെ മെയിൻ തൊഴിൽ. അതിന് ഏകദേശം ഒരു സിനിമയിൽ സംവിധാനം ചെയ്യാനായിട്ട് ഏകദേശം 10 കോടിക്ക് അടുത്താണ് റഹ്മാൻ വാങ്ങുന്ന പ്രതിഫലം എന്ന് പറയപ്പെടും. അതുകൂടാതെ പിന്നെ സ്റ്റേജ് ഷോകളുണ്ട്, അതുകൂടാതെ പരസ്യം എന്നിവയിൽ നിന്നെല്ലാം അദ്ദേഹത്തിന് നല്ല വരുമാനം ഉണ്ട് പ്രതിവർഷം. ശരാശരി കണക്ക് സോഷ്യൽ മീഡിയയിൽ വരുന്നത് വെച്ചാൽ ഏകദേശം 1 കോടിയെ ഒരു വർഷത്തിൽ അദ്ദേഹം 100 കോടിക്കും 150 കോടിക്കും ഇടയിലാണ് ചില വർഷങ്ങളിൽ അദ്ദേഹത്തിന് വരുമാനം. അത് കൂടിയും കുറഞ്ഞിരിക്കും. എന്നാലും ഒരു ആവറേജാണ് നമ്മൾ ഈ പറയുന്നത്. 100 കോടി അല്ലെങ്കിൽ 150 കോടിക്ക് ഇടയിൽ. കൂടുതൽ സിനിമകൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് വരുമാനം കൂടും, സിനിമകൾ കുറയുമ്പോൾ അതിനനുസരിച്ച് വരുമാനം കുറയും. മുംബൈയിലെ ആഡംബര വീട്ടിലാണ് അദ്ദേഹം താമസിക്കുന്നത്. ഏകദേശം 2001 അദ്ദേഹം ഈ ആഡംബര ഭവനം സ്വന്തമാക്കിയത്. അതിൻ്റെ അന്നത്തെ വില ഏകദേശം 15 കോടി രൂപയായിരുന്നു. അതുകൂടാതെ ആഡംബര കാറുകൾ അദ്ദേഹത്തിന് ഒരു പ്രിയമാണ്. അതിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ ജാഗ്വർ, മെഴ്സിഡസ്, വോൾവോ എന്നീ കാറുകളെല്ലാം അദ്ദേഹത്തിൻ്റെ ശേഖരത്തിലുണ്ട്. അതിന് ഏകദേശം 1 കോടി രൂപയിലും 2 കോടിക്കും ഇടയിലുള്ള കാറുകൾ അദ്ദേഹത്തിൻ്റെ ശേഖരത്തിൽ ഉണ്ടെന്ന് പറയപ്പെടുന്നു. അതുകൂടാതെ അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. ഓസ്കാർ, ഗ്രാമി അവാർഡുകൾ, പത്മഭൂഷൺ എന്നിവയുടെ നിരവധി ബഹുമതികളും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ സൈറയുമായുള്ള വിവാഹബന്ധം വേർപെടുത്തുമ്പോൾ അതിൽ മറ്റൊരു അത്ഭുതം അവിടെ സംഭവിക്കുന്നത് വെച്ചാൽ വിനോദ വ്യവസായത്തിലെ ആ മേഖലയിലെ ഏറ്റവും ചെലവേറിയ വിവാഹമോചനങ്ങളിൽ ഒന്നായി ഇത് മാറുമോ എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ച നടക്കുന്നത്. കാരണം ഇത്രയും സ്വത്തുകളുണ്ടല്ലോ, അപ്പോൾ ആ സ്വത്തുകൾ പങ്കുവയ്ക്കുന്നതിനെ കുറിച്ച് ഇവർ രണ്ടുപേരും ഇതുവരെ സംസാരിച്ചിട്ടില്ല. പക്ഷെ അത് എങ്ങനെ ആകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ആരാധക ലോകം ഉറ്റുനോക്കുന്നത്.